ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഒരു ടെക്സ്റ്റിന് ഫ്ലെയിം എഫക്റ്റ് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലെറ്ററും ടെക്സ്റ്റുകളും വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ലെയറിനെ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ശേഷം അതിന്റെ ഒരു കോപ്പി എടുക്കുക. എന്നിട്ട് തൽക്കാലത്തേക്ക് ആ കോപ്പി എടുത്ത ലെയർ ഒന്ന് ഹൈഡ് ചെയ്തേക്കുക. എന്നിട്ട് ആദ്യം ക്രിയേറ്റ് ചെയ്ത ലെയറിലേക്ക് വന്നിട്ട് ഫിൽട്ടർ ഗാലറി പോയിട്ട് ബ്ലർ ഗാലറിക്കകത്ത് പാത്ത് ബ്ലർ സെലക്ട് ചെയ്ത് കൊടുക്കുക. പാത്ത് ബ്ലർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മൗസിന്റെ കേഴ്സർ മാറിയിട്ട് ഇങ്ങനൊരു ഐക്കൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇങ്ങനൊരു ഡയറക്ഷൻ ആണ് വേണ്ടത്. ഡയറക്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെന്റർ ബ്ലർ ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടത്രയും സ്പീഡ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടേപ്പറും അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ എഡിറ്റ് ബ്ലർ ഷേപ്പ് ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ എൻഡ് പോയിന്റ് സ്പീഡ് എനേബിൾ ആവുന്നതാണ്. അതും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എത്രയും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഓക്കെ അടിക്കുക. ഇനി നമ്മുടെ ആ കോപ്പി എടുത്ത ലെയർ ഓൺ ആക്കി കൊടുക്കുക. ശേഷം അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ പോയിട്ട് ഗ്രേഡിയന്റ് മാപ്പ് ഓപ്പൺ ആക്കിയിട്ട് ബേസിക്സിനകത്തുനിന്ന് ഒരു ഗ്രേഡിയന്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിന്റെ മിഡിലായിട്ട് ഒരു റെഡ് കളറും പിന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു യെല്ലോ കളറും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ടെക്സ്റ്റിന് ഫ്ലെയിം എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ബൈ.